ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കട്ടോ എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നതെന്ന്. 3 of Cups ആണ്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഒരു എനർജി വളരെ സന്തോഷത്തിൻ്റെ ആണ്. നിങ്ങൾ കൂട്ടുകാരുമായിട്ടൊരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് കാണാതിരുന്ന കൂട്ടുകാരെ കാണുന്നതോ അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയാണ് കാണുന്നത്. ഒരു കുറച്ച് കാലം കൊണ്ട് മൂടിയായിട്ടിരുന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നുള്ളതാണ്. പേജ് ഓഫ് സോർഡ്സ്, ദ ചാരിയറ്റ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, High Priestess, 8 of Cup, 7 of Cup. ബോട്ടം വന്നിട്ടുള്ളത് 10 of Swordsൻ്റെ എനർജിയാണ്. Soulmates, fork in the road, peace, higher power. ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് 10 of Swordsൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് ഈ ഒരു 3 of Cupsൻ്റെ എനർജിയിലേക്ക് എത്തി എന്നുള്ളതാണ് കാണുന്നത്. ഒരു സൈക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സൈക്കിൾ എൻഡായി. നിങ്ങൾ വീണ് പോയ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറേ ജീവിതഭാരങ്ങളും കുറേ ചതിയും വഞ്ചനയും ഒക്കെ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വണ്ണം നിങ്ങൾ വീണ് പോയ ഒരാളാണെങ്കിൽ അവിടെ നിന്ന് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം പൂർണ്ണമായും എൻഡായി. ആ കഠിനമായ ഒരു കാലഘട്ടം അവസാനിച്ച് ഇത് നിങ്ങളതൊന്ന് പുറത്തേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യാൻ തുടങ്ങി എന്നാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ അത് നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പം സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഓവർ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഏറ്റവും മോശമായ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി എന്നാണ് ഇതിൽ 10 of Swords പറയുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്രതീക്ഷിതമായ എന്തോ ഒരു കാര്യം സംഭവിച്ച് നിങ്ങൾക്ക് അതൊന്നും ഓവർകം ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. അടുത്ത് വന്നത് 3 of Cupsൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ ഒരു പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇന്ന് ചിലപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് സന്തോഷിക്കാൻ പറ്റും, ചിലപ്പം സുഹൃത്തുക്കളുമായിട്ടൊരു നല്ല ഒരു കമ്പനി ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങൾ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഈ ഒരു വേദനകളൊക്കെ നിങ്ങൾ മാറി നിങ്ങൾ വളരെ ഹാപ്പി മോഡിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ പേജ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ
നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി വരുന്നു, വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയോ അപ്പം ഇന്ന ഒരു കാര്യം ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ നല്ലതായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ടത് എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പുതിയ ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നുണ്ട്. പിന്നെ ചില സത്യം നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത ചില സത്യങ്ങൾ അറിയുന്നൊരു സമയമാണ്. ഇതിൽ ഒരു എന്താണ്, ഒരു മെസ്സേജോ ഒരു കോളോ ഒരു ഇമെയിലോ അതുവഴി നിങ്ങൾക്കൊരു സന്തോഷം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ പഠിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇരുന്ന ആൾക്കാർക്ക് അതൊരു മെയിൽ വരുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് വിസ കിട്ടിയെന്നുള്ളൊരു മെയിലായിരിക്കാം, നിങ്ങൾക്കൊരു ജോബ് ഓഫർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ ലെറ്റർ കിട്ടുകയോ അല്ലെങ്കിൽ ഒരു വിസ കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ പഠിക്കാൻ പോകണമെങ്കിൽ അതിനുള്ള എന്തോ ഒരു നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ചാരിയട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ ശക്തിയും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒരു വളരെ പ്രോഗ്രസ്സിലേക്ക് പോകുന്ന ഒരു സമയമാണ് കേട്ടോ. നമ്മൾ കീഴ്പോട്ടല്ല പോണത്, വളരെ പ്രോഗ്രസ്സിലേക്ക്, വളരെ സക്സസ്സിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ എന്താണോ അത് നിങ്ങളത് മനസ്സിലാക്കി എന്നാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ഒരു കാര്യം തിരിച്ചു പിടിക്കുന്നു. ചിലപ്പോൾ അത് നിങ്ങളൊരു വണ്ടി വാങ്ങണം എന്നൊക്കെ കുറേ കാലം കൊണ്ട് ആലോചിച്ചിരുന്നതൊന്നും നടക്കാതിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ പറ്റുന്നു. ഇതൊരു ട്രാവലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു ദിവസമാണ്. ചിലപ്പോൾ ആദ്യമായിട്ട് നമ്മളെ സ്വന്തമായിട്ട് വാങ്ങിയ വണ്ടിയിലൊക്കെ ഇന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു എനർജി ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ടുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇതുള്ളത്. പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇത്. സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം കിട്ടിത്തുടങ്ങുന്ന ആൾക്കാരുടെ എനർജിയാണ്. പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അതിലേക്ക് നിങ്ങൾ നടന്നെത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. വളർച്ചയുണ്ട എന്നതാണ് കാണുന്നത്. ഇതിനകത്ത് ഒരു പച്ചപ്പാണുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പം എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ നിന്നോ നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ അടുത്ത് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ, ഈ ഒരു സമയം നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു മുതിർന്ന ഒരു ലേഡിയാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനം അത് ഈ വെളിപ്പെട്ട് വരുന്നൊരു സമയമാണ്. ഇതിനകത്ത് ഇത് ഒരു പെൻറ്റക്കിളുണ്ട്, അറിവുണ്ട്, ഇൻഡ്യൂഷനുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് പല മെസ്സേജസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളത് വിശ്വസിക്കാൻ ശ്രമിക്കുക. മറഞ്ഞിരിക്കുന്ന എന്തോ രഹസ്യങ്ങൾ നിങ്ങളുടെ തന്നെ രഹസ്യങ്ങളായിരിക്കും കേട്ടോ. നിങ്ങൾ തന്നെ ആയിരിക്കും, നിങ്ങളുടെ രഹസ്യമായിരിക്കും. ഇന്ന് ആരോ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, നിഗൂഢമായ രഹസ്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കുക. ഇതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് നമ്മളുടെ നിഗൂഢമായ എനർജി എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ പറ്റും. ഇത് വേറൊരാളിനും പറ്റുന്നൊരു കാര്യമല്ല. നമ്മളുടെ ഉള്ളിലെ ശക്തി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ആ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം, പ്രാണായാമം ചെയ്യണം, നമ്മളെ സോൾ പവർ കണ്ടുപിടിക്കണം, അതിലേക്ക് എത്തണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മളുടെ ഉള്ളിൽ എന്താണ്, എന്ത് ശക്തിയാണ്, എന്ത് കഴിവാണെന്ന് മറ്റൊരാളും അല്ല കണ്ടുപിടിച്ച് തരുന്നത്. ചിലപ്പോൾ മറ്റൊരാളിനെ കണ്ടുപിടിച്ചാലും ഇത്രയും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് അത്രയും ആക്യുറേറ്റ് ആയിട്ട് അത് പറയണമെങ്കിൽ നമുക്ക് തന്നെ പറ്റുള്ളൂ. അപ്പം അത് പറയാൻ വേണ്ടുന്ന ആ ഒരു ഇതിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് നമ്മൾ എഫേർട്ട് എടുക്കണം എന്നാണ് കാണുന്നത്. പിന്നെ ഒരു 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ നഷ്ടബോധത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നിങ്ങൾ വിട്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്.
നിങ്ങളെന്തോ പഴയ കാര്യങ്ങളായിരിക്കും, ചിലപ്പം ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഒരു കാലത്ത് എപ്പോഴോ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടെന്ന് നിങ്ങൾ തന്നെ വിചാരിച്ച് പോകുന്നതായിരിക്കാം. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുന്നതുണ്ട്, കുറേ കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളഞ്ഞതുണ്ട്. പക്ഷെ എന്നാൽ ഇനി അത് പൂർണ്ണമായിട്ടും എനിക്ക് വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ നമ്മളെ സന്തോഷിപ്പിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഹോൾഡ് ചെയ്യാതിരിക്കുക, നമ്മളത് പൂർണ്ണമായും വിട്ട് കളയുക. പഴയ ശീലങ്ങളാകാം, നിരാശകളാകാം, ചില റിലേഷൻഷിപ്പാകാം. അപ്പോൾ ഇതൊക്കെ വിട്ടുകളയാൻ ദൈവമാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് ഈ ഒരു സമയം വേണ്ട. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യം നിങ്ങൾ വിട്ടുകളയുക. അതൊരു ഡിവൈൻ ഗൈഡൻസ് ആണ്, അത് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷനുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലുണ്ടെന്നാണ് കാണുന്നത്. ഇപ്പം ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ സാധ്യതകളായിരിക്കാം. അപ്പം അത് ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള പല അവസരങ്ങളെ എല്ലാം ശരിയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും, നമ്മളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ചിന്തിക്കരുത്, അത് ശരിയല്ല. തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിവേകപൂർണമായ തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് ചാടി ഒരു തീരുമാനവും എടുക്കാൻ പോകരുത്. ഇതിൽ സോൾമേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോളുമായിട്ട് ബന്ധമുള്ള ഒരാൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരാൾ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കും, ഇതെൻ്റെ സോൾമേറ്റ് ആണെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് അറിയായിരിക്കും കേട്ടോ. അതൊരു പ്രണയം മാത്രമാണെന്ന് ചിന്തിക്കരുത്. സൗഹൃദമാകാം, നിങ്ങളുടെ കുടുംബമാവാം, അതൊരു ഗുരു ആകാം, ആരും ആകാം. സോൾമേറ്റിനെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ജന്മത്തിൽ ഒത്തിരി സോൾമേറ്റ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളിനെ നിങ്ങൾക്കിന്ന് മനസ്സിലാകും എന്നാണ്. പിന്നെ ഫോർക്ക് ഇൻ ദ റോഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വഴികൾ 1-2-3 വഴികളുണ്ട്. ഇപ്പം എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നാൽ കുറേ ചോയ്സസ് ഉണ്ട്, കുറേ വഴികളുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ഇത് പഴയ വഴി വിട്ടുകളയാം, പുതിയ വഴി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയാകാം. ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ആൾക്കാരുടെ എനർജിയാണ്. ആലോചിച്ചിട്ട് മാത്രം നമ്മൾ തീരുമാനം എടുക്കുക. നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പോകരുത്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളത് 2-3 ദിവസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾ ആലോചിക്കുക എന്താണ് വേണ്ടത്. അപ്പം ദൈവത്തോട് നിങ്ങൾക്കൊരു സിഗ്നൽ തരാൻ പറയുക. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നല്ല പോലെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നിനക്ക് തരുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് പീസാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാലത്തെ പ്രശ്നങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ വിരാമം ഇട്ടുകൊണ്ട് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു കുളിര് വരും, ഒരു തണുപ്പ് അനുഭവപ്പെടുന്നൊരു സമയമാണ്. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്, ക്ഷമയോടെ ഇരുന്നാൽ, ശാന്തതയോടെ ഇരുന്നാൽ എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം സക്സസ് ആവും. നമ്മൾ ബറി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം സംഭവിക്കില്ല. പെട്ടെന്ന് എന്ന് വെച്ചാൽ ധൃതിപ്പെട്ട ഒരു കാര്യവും നമ്മളുടെ ജീവിതത്തിൽ ചെയ്യരുത്. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ അത് കൃത്യമായിട്ടുള്ള ഒരു ദിശയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ശാന്തമായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. പിന്നെ ഹയർ പവറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരാളിൻ്റെ ഒരു എനർജി സ്വീകരിക്കുന്ന ഒരു ഇതാണ്. ഒരു തേർഡ് ഐ ഓപ്പൺ ആകുന്നു. പിന്നെ ആ ഒരു നിങ്ങളുടെ ഇതിൽ തേർഡ് ഐ ഓപ്പൺ ആകുന്ന ഒരു എനർജി ഉണ്ട്. മാത്രമല്ല നിങ്ങളുടെ സഹസ്രാരത്തിലേക്ക് ഒരു എനർജി വരുന്നു. നമ്മൾ എനർജി സ്വീകരിക്കുന്നത് എപ്പോഴും നമ്മളുടെ സഹസ്രാരത്തിലൂടെയാണ്.
അപ്പോൾ നിങ്ങൾക്കൊരു എനർജി, ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി, ഒരു അനുഗ്രഹം ഇന്നത്തെ ദിവസം വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരുപാട് ആൾക്കാർ, ഗുരുക്കന്മാരും ഏഞ്ചൽസും ഒക്കെ നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനുണ്ട്. അപ്പം ഇത് ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ. ഒരു ഗുരുവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല ഗൈഡൻസ് ഉണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷനും കൂടെ, ഇൻഡ്യൂഷനും മാത്രമല്ല ഈ പ്രകൃതിയിൽ കാണുന്ന അടയാളങ്ങൾ, അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം കുറേ കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് ഒന്ന് തീരുമാനിക്കാനുണ്ട്. നിങ്ങളെ തന്നെ പഠിക്കാനുണ്ട്. നിങ്ങളിൽ നിന്നും മാറ്റം വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളിലേക്ക് സ്വീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ മാറൂല എന്ന് വിചാരിച്ച് ജീവിക്കാതിരിക്കുക. സാഹചര്യം ഇപ്പം നമ്മൾ വിചാരിക്കുന്നതൊന്നും സത്യമാവണമെന്നില്ല. അതെപ്പോഴും മനസ്സിലാക്കുക. ഞാനാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിപ്പോകും. അതേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം, അയ്യോ അന്ന് ഞാൻ ചെയ്തൊക്കെ തെറ്റായിരുന്നല്ലോ, അന്ന് ഞാൻ ശരിയാണെന്നാണല്ലോ ഇത് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഒന്നിനും ഇതാണ് ശരിയെന്ന് ഒന്നിനോടും തർക്കിക്കാതിരിക്കുക. അത് നമ്മൾ ഓപ്പൺ മൈൻഡായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരു ഈഗോയും ഇല്ലാതെ നമുക്ക് സത്യം മാത്രം വെളിപ്പെട്ട് വരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നല്ല ബ്ലെസ്സിങ്സ് കിട്ടണം കേട്ടോ. അപ്പോൾ ആ ബ്ലെസ്സിങ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഐശ്വര്യത്തോടെ ഇരിക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.